ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി മീൻകറിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. നമ്മുടെ പാചകമൊക്കെ പഠിച്ചു തുടങ്ങുന്ന കൂട്ടുകാർക്കൊക്കെ ഈ ഒരു വീഡിയോ എന്തായാലും യൂസ്ഫുൾ ആകും. നല്ല സിമ്പിളായിട്ട് അതുപോലെ ടേസ്റ്റി ആയിട്ട് വെക്കാൻ പറ്റിയിട്ടുള്ള തേങ്ങ അരച്ച മീൻകറിയാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. മീൻകറി വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തേങ്ങയൊക്കെ ഒന്ന് അരച്ചെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു അരക്കപ്പ് തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ആ കൂടെ തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/2 ടേബിൾ സ്പൂൺ നല്ല മുളക് പൊടി എടുത്തിട്ടുണ്ട്, അതായത് എരിവുള്ള മുളക് പൊടി. ആ കൂടെ തന്നെ 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയുണ്ട്. ഇത് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കാം. ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മീൻകറി വയ്ക്കുന്ന ആ ഒരു ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ബാക്കി ആ മിക്സിയുടെ ജാറ് കഴുകി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഈ അരപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്ന മുളക് പൊടിയുടെയൊക്കെ അളവിൽ മാറ്റം വരുത്താട്ടോ. ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ട് സ്പൂൺ വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ബാക്കി സാധനങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 6-7 ചെറിയ ചുവന്ന ഉള്ളി ചതച്ചെടുത്തിട്ടുണ്ട്. ആ കൂടെ തന്നെ ഒരു മീഡിയം സൈസിലുള്ള ഒരു ഇഞ്ചിയും ചതച്ചെടുത്തിട്ടുണ്ട്. 2-3 പച്ചമുളകും കീറി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം കൂടി നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. ആ കൂടെ തന്നെ ഒരു 2 തണ്ട് കറിവേപ്പില കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് മീൻകറിക്ക് ആവശ്യത്തിനുള്ള പുളി കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 2 കുടംപുളി എടുത്തിട്ട് നന്നായിട്ട് കഴുകി ഇതൊന്ന് കീറി വെച്ചിരിക്കുന്നതാണ്. അത് നമുക്ക് ഈ ഒരു അരപ്പിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ഒരു മീൻകറിക്ക് കുടംപുളി തന്നെയാണ് ടേസ്റ്റ്. നമ്മൾ സാമ്പാറിലൊക്കെ ഇടുന്ന വാളംപുളി ഇട്ടാൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. ഓരോരുത്തരും എടുക്കുന്ന പുളിയൊക്കെ അനുസരിച്ച് പുളിയുടെ എണ്ണം കൂട്ടവും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ആ കൂടെ തന്നെ പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു അരപ്പ് ഒന്ന് തിളപ്പിച്ചെടുക്കണം. അങ്ങനെ നമ്മുടെ മീൻകറിക്ക് വേണ്ടിയിട്ടുള്ള അരപ്പ് ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു 3/4 കിലോ അയിലയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു തേങ്ങ അരച്ച മീൻകറിക്ക് എപ്പോഴും അയില, അതുപോലെ മത്തി, വറ്റയൊക്കെയാണ് ടേസ്റ്റ് കൂടുതൽ. മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ മൂടിയൊന്നും വെക്കുന്നില്ല, തുറന്ന് വെച്ച് തന്നെയാണ് വേവിച്ചെടുക്കുന്നത്. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ചാറൊക്കെ ഒന്ന് വറ്റി വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ മീൻകറി ഇവിടെ നന്നായിട്ട് വെന്ത് കുറുകി പാകമായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ ഒരു സമയത്തൊന്നും നമ്മൾ മീനിൽ സ്പൂണോ തവിയൊന്നും ഇട്ട് ഇളക്കരുത്, മീൻ പൊടിഞ്ഞു പോകും. ഒരു തുണി വെച്ചിട്ട് ഈ ഒരു ചട്ടിയിൽ പിടിച്ചിട്ടൊന്ന് ചുറ്റിച്ചെടുത്താൽ മാത്രം മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിന് ശേഷം നമുക്കിതിലേക്ക് ഒന്ന് കടുക് ഉള്ളിയൊക്കെ ഒന്ന് താളിച്ചും കൂടി ഒഴിക്കാനുണ്ട്. നമ്മുടെ മീൻകറിയിലേക്ക് കടുക് താളിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയിൽ കടുക് താളിക്കുന്നതാണ് ടേസ്റ്റ് കൂടുതൽ. വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് കടുകും ഉലുവയും കൂടി ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വന്ന് കഴിയുമ്പോൾ ഒരു 4-5 ചെറിയ ഉള്ളി വട്ടത്തിലരിഞ്ഞിട്ട് അതും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ചെറിയ ഉള്ളി നന്നായിട്ടൊന്ന് മൂത്ത് ബ്രൗൺ കളറായി വരണം. ഉള്ളി ഇവിടെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇത് നമ്മുടെ ആ ഒരു മീൻ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കണം. നമുക്ക് മീൻകറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ആ മീൻകറിയിൽ നിന്നും കുറച്ച് ചാറെടുത്തിട്ട് നമ്മൾ ഈ ഒരു ഉള്ളി താളിച്ച ആ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് ചുറ്റിച്ചിട്ട് ആ കറിയിലേക്ക് തിരിച്ചൊഴിക്കാം. അപ്പോൾ കടുകൊക്കെ താളിച്ച് ആ മീൻകറിയിലേക്ക് ഒഴിച്ചപ്പോഴത്തേക്ക് നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. എന്തായാലും തുടക്കക്കാർക്ക് ഈ ഒരു രീതിയിൽ മീൻകറിയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. ചോറിൻ്റെ കൂടെയും കപ്പയുടെ കൂടെയൊക്കെ ഒരു അടിപൊളി കോമ്പിനേഷനാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മീൻ കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അതിനുശേഷം ഫീഡ്ബാക്ക് അറിയിക്കാനായിട്ട് മറക്കരുത്. നമുക്ക് വേറൊരു അടിപൊളി റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്